ഫസ്റ്റ് വൺ റിപ്പോർട്ടർ. ശരീര സൗന്ദര്യ മത്സര വിജയിയെ SI ആക്കാനുള്ള ഒരു വഴിവിട്ട നീക്കം നേരത്തെ റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ആ നീക്കത്തിന് തിരിച്ചടി. ചിത്രേഷ് നടേശൻ വൈദ്യപരിശോധനയിൽ പരാജയപ്പെട്ടു. ചിത്രേഷിൻ്റേത് പരന്ന പാദങ്ങളെന്ന് കണ്ടെത്തി. ഷിനു ചൊവ്വ പരിശോധനയിൽ വിജയിച്ചു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ഇരുവർക്കും പരിശോധന നടത്തിയത്. നേരത്തെ കായികക്ഷമതാ പരിശോധനയിൽ ഇരുവരും പരാജയപ്പെട്ടിരുന്നു. പോലീസ് ആസ്ഥാനത്തെ ADGPയുടെ ശുപാർശയിൽ വീണ്ടും നിയമനം നൽകാനുള്ള നീക്കം ഏറെ വിവാദമായിരുന്നു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ശരീര സൗന്ദര്യത്തിലല്ല കാര്യം ആരോഗ്യത്തിലാണ്. കായികക്ഷമത എന്നുള്ളത് ഈ ശരീര സൗന്ദര്യം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു വിവാദ നീക്കമായിരുന്നു. കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെടുക, ശരീര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് SI തസ്തികയിലേക്ക് പ്രവേശനം കിട്ടുക. ഇപ്പോൾ തിരിച്ചടിയായോ? എന്താ സംഭവം? അരുൺ, നേരത്തെ മന്ത്രിസഭ നൽകിയിട്ടുള്ള ശുപാർശയിന്മേലാണ് സാധാരണ സ്പോർട്സ് ക്വാട്ടയിൽ ഇല്ലാത്ത ശരീര സൗന്ദര്യ മത്സരം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടുപേരെയും, അതായത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഷിനു ചൊവ്വയെയും കൊച്ചി സ്വദേശിയായിട്ടുള്ള ചിത്രേഷ് നടേശനെയും ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരാക്കി നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത്. അതിന്റെ ആദ്യഘട്ടം എന്നോണം കായികക്ഷമതാ പരിശോധന നടത്തിയപ്പോൾ അന്ന് ഷിനു ചൊവ്വ പരാജയപ്പെട്ടു. ചിത്രേഷ് നടേശൻ അതിൽ പങ്കെടുത്തിരുന്നില്ല. പിന്നീടാണ് ഇതിൽ സംസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്തെ ADGP S. ശ്രീജിത്ത് ഒരു ശുപാർശ നൽകി. ആ ശുപാർശ പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കായികക്ഷമതാ പരീക്ഷ ഇതിൽ കാര്യമാക്കേണ്ടതില്ല. അവർക്ക് മറ്റ് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട്, അതായത് ഈ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് പോലീസുകാരായി നിയമിക്കാം, അല്ലെങ്കിൽ SIമാരായി നിയമനം നൽകാം എന്നുള്ള ഒരു ശുപാർശ നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ DGP അടുത്തിടെ ഒരു മാസം മുമ്പാണ് ഇരുവർക്കും നിയമനം നൽകിയത്. ആ നിയമനം എന്ന് പറയുന്നത് 1 വർഷക്കാലം ഇവർക്ക് പരിശീലനം നൽകണം. അതൊക്കെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കണം ആ പരിശീലനം എന്നതടക്കം ഇതിൽ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മെഡിക്കൽ ബോർഡ് പോലീസ് ബറ്റാലിയൻ രൂപീകരിച്ചുകൊണ്ട് അതിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഷിനു ചൊവ്വ വിജയിച്ചു. പക്ഷേ ചിത്രേഷ് നടേശൻ പരാജയപ്പെട്ടു. പരന്ന പാദങ്ങളാണ് എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത്. പരന്ന പാദങ്ങൾ ഉള്ളവർക്ക് നിയമനം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ആദ്യവട്ടം ഈ പരീക്ഷയിൽ പരാജയപ്പെട്ട ആളുകളെ വീണ്ടും നിയമിക്കാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിൽ പോലീസ് ആസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നാണ് മന്ത്രിസഭ ഇവർക്ക് വേണ്ടി ശുപാർശ നൽകിയത്. അങ്ങനെയാണ് പിന്നീട് ഇവർക്ക് കായികക്ഷമതാ പരിശോധന നടത്തിയത്. അതിൽ പരാജയപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന, അതും വൈദ്യപരിശോധന നടത്തി, അതിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഷിനു ചൊവ്വ വിജയിച്ചതുകൊണ്ട് ഷിനു ചൊവ്വയ്ക്ക് നിയമനം നൽകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇനിയിപ്പോൾ ചിത്രേഷ് നടേശന് ഒരു അവസരം കൂടി നൽകാൻ പോലീസ് ആസ്ഥാനം തയ്യാറാകുമോ, ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. അന്ന് തന്നെ ആരോപണം ഉയർന്നത് ഇരുവർക്കും CPM-മായി അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ടാണ് വഴിവിട്ട നീക്കം നടത്തുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും ഇവർക്ക് രണ്ടാമതൊരു അവസരം നൽകാൻ കൂടി ആസ്ഥാനത്തു നിന്നുള്ള ADGPയും ആഭ്യന്തര വകുപ്പും എല്ലാം തയ്യാറായി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്പോർട്സ് കോട്ടയിൽ ഫുട്ബോൾ അടക്കമുള്ള മറ്റിനങ്ങളുണ്ട്. അനസ്തടത്തൊടുക അടക്കമുള്ള കായിക താരങ്ങൾക്ക് അപ്പോഴും നിയമനം ലഭിച്ചിട്ടില്ല. ഇതെല്ലാം മുന്നിൽ ഉണ്ടായിട്ടും ഈ അതുവരെ സ്പോർട്സ് കോട്ടയിൽ ഇല്ലാതിരുന്ന ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഇനത്തെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് കാരണമായി അന്ന് ചൂണ്ടിക്കാണിച്ചത് രാജ്യാന്തര തലത്തിൽ ഇരുവരും സ്വന്തമാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അത് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇല്ലാത്തൊരു ഇനത്തെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വരെ നിയമനം നടത്താനുള്ള ഒരു നീക്കത്തിന് കൂടി തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരവസരം കൂടി നൽകുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. അരുൺ, താങ്ക് യു ഹരി. സൗന്ദര്യം മാത്രം പോരാ, പരന്നിരിക്കുന്ന കാൽപാദങ്ങൾ ഉണ്ടാവരുത്. കായികക്ഷമതാ പരീക്ഷയിൽ വിജയിക്കുകയും വേണം. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര ശക്തിയായിരിക്കുമല്ലേ എന്ന് വിചാരിക്കും. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോയാൽ കൊള്ളാം, ഒരു പരിധിക്കും അപ്പുറത്തേക്ക്. നല്ല കായികക്ഷമതയുള്ള ആളുകളെയൊക്കെ അല്ലേ സർവീസിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് കായികക്ഷമതയല്ലേ എന്ന് ചോദിക്കും. കായികക്ഷമതയൊക്കെയാണ്, പക്ഷേ അതുകൊണ്ട് മാത്രമാവുന്നില്ലല്ലോ.